ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ അൽഹംദുലില്ലാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹകരിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ തുടർച്ചയായിട്ട് മുൻപോട്ട് ഇട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കുമ്പോഴല്ലേ നമ്മുടെ വീഡിയോ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിപ്പെടുകയുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ രാവിലെ അടുപ്പത്ത് ചാരമൊക്കെ വാരി തീ പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അയാൻകുട്ടി എൻ്റെ ഒപ്പം എണീറ്റ് വന്നിട്ട് അവനും കൂടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളും മോനൊന്നും എണീറ്റിട്ടൊന്നുമില്ല. മോൾക്കിന്ന് പരീക്ഷയില്ല. പിന്നെ ആദിലിന് സ്കൂളുണ്ട്. അവനിന്ന് LSSൻ്റെ എക്സാമൊക്കെ ഉണ്ട്. പട്ടാമ്പി സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവർ എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. മദ്രസയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവരെ ഞാൻ വിളിച്ച് വിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം കൂടെ കിടന്നോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ അത് അടുപ്പത്ത് ഫുള്ള് ചാരം മുഴുവനും വാരിക്കഴിഞ്ഞതിന് ശേഷം അടുപ്പിൻ്റെ തിട്ടൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുറ്റമടിക്കാനൊക്കെ ഒന്ന് പോകണം. അപ്പോൾ നല്ലോണം ചവറൊക്കെ തന്നെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. 2 നേരം മുറ്റം അടിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ സമയം കിട്ടുമ്പോൾ മാത്രമേ അടിക്കുള്ളൂ. രാവിലെ എന്തായാലും അടിച്ചിടുക തന്നെ വേണം. അങ്ങനെ ഞാൻ ഫുള്ളും ചാരമൊക്കെ ഇങ്ങോട്ട് അതിൽ അടുപ്പിൻ്റെ അവിടേക്കൊക്കെ ഒന്നിങ്ങനെ ഒതുക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ എത്ര തുടച്ചെടുത്ത് കത്തിച്ച് കഴിഞ്ഞാലും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലോണം ചാരം പറക്കും കേട്ടോ. റബ്ബർ വിറകല്ലേ നമ്മൾ കത്തിക്കുന്നത്. പിന്നെ ഓലയൊക്കെ നല്ലോണം ഇട്ട് കത്തിക്കണമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചാരം നല്ലപോലെ പറക്കും. അപ്പോൾ ചിലർക്ക് ചാരം പറഞ്ഞാൽ ഒന്നും അറിയില്ല അല്ലേ. വെണ്ണൂറിനെയാണ് കേട്ടോ ഞങ്ങൾ ചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോരോ പറച്ചിലല്ലേ. അപ്പോൾ ഞങ്ങളതിനെ ചാരം എന്നാണ് കേട്ടോ പറയുക. അങ്ങനെ ഫുൾ അവിടെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ചില ദിവസങ്ങളിൽ രാത്രി തന്നെ ഞാൻ എല്ലാം തുടച്ചിട്ടിടും കേട്ടോ. ചിലപ്പോൾ രാത്രി പണിയെടുക്കുന്ന സമയം വൈകി അല്ലെങ്കിൽ ഒരു മടിയൊക്കെ തോന്നിയാൽ ഞാൻ രാത്രി തുടച്ചിട്ടില്ല. രാവിലെയാണ് കേട്ടോ. പിന്നെ അതുപോലെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ മുറ്റമടിക്കാനൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയിട്ടാ. അപ്പോൾ അയാൻകുട്ടി എൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം മോളൊക്കെ എണീറ്റിട്ടാ. അതിലൊന്നും എണീച്ചിട്ടൊന്നുമില്ല. മകളിങ്ങനെ എണീറ്റ് പുറത്ത് വന്ന് ഇങ്ങനെ ചായയും കുടിച്ചിട്ട് അവൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൻകുട്ടി ഒരു ബോൾ കൊണ്ട് കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ബോൾ എടുത്തായോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അകത്ത് കയറിയിട്ടാ. പിന്നെ ദോശ ചുടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ദോശപ്പണി ആയതുകൊണ്ട് തന്നെ മെല്ലെയാണ് കേട്ടോ അടുക്കളയിലൊക്കെ നിന്നത്. വേറെയുള്ള പണികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ നിൽക്കും. അപ്പോൾ നമ്മൾ അരി അരച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മെല്ലെ നിന്നാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് ദോശയ്ക്കുള്ള കറി തന്നെയാണ് ഇന്ന് ചോറിനും ആകെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കടലയും ഉരുളക്കിഴങ്ങും കൂടി കറി വയ്ക്കാനാണ്. അപ്പോൾ അത് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാനാണ് കേട്ടോ. അപ്പോൾ കുക്കറുള്ളത് എൻ്റെ കയ്യിലുള്ള കുക്കർ കറണ്ട് അടുപ്പിൽ വെക്കാൻ പറ്റിയ കുക്കറാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ആ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ ഞാൻ ചിലതൊക്കെ കറിയൊക്കെ വെക്കുന്നതൊക്കെ വേവിച്ചെടുക്കണതൊക്കെ ചെയ്യണത്. അപ്പോൾ കടല വേവിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മോളും ദോശയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരകും പിന്നെ അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് മുറിക്കും അങ്ങനെയുള്ള ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് അവൾ വന്ന് ഓരോ ദോശ ഒഴിക്കും. അതല്ലെങ്കിൽ ഒന്ന് മറിച്ചിടും, അതല്ലെങ്കിൽ ഒന്ന് എടുത്തങ്ങോട്ടിടും. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് തരും കേട്ടോ. കടബാധ്യതകളില്ലാത്തവർ തന്നെ ആരും തന്നെ ഇല്ല കേട്ടോ. എല്ലാവർക്കും അവരുടേതായ കടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് ജീവിക്കാൻ പഠിക്കുക തന്നെ വേണം അല്ലേ. എല്ലാം തികഞ്ഞവരായിട്ട് ഭൂമിയിൽ ആരും തന്നെ ഇല്ല അല്ലേ. അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയില്ല. ഓരോ ദിവസവും ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ആകെ ടെൻഷനാണ്. പിന്നെ ഒരു സമാധാനക്കേടല്ലേ. കുറച്ച് കടബാധ്യതകളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വെഞ്ഞാറുമൂട്ടിലെ സംഭവമൊക്കെ അറിഞ്ഞില്ലേ അല്ലേ. ഇങ്ങനെയുള്ള പൊട്ട ബുദ്ധികളൊന്നും പഠിച്ച തമ്പുരാൻ ആർക്കും ഇനി കൊടുക്കാതിരിക്കട്ടെ. നമ്മളുടെ മക്കളെയെല്ലാം റബ്ബ് അതിൽ നിന്നും തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ അല്ലേ. നമുക്കിപ്പോൾ ഒരുപാട് പണവും സ്വത്തും സമ്പത്തും അങ്ങനെ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്നും ചീത്ത സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ നല്ലപോലെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം അല്ലേ. അതിന് നമ്മളും വിചാരിക്കണം, റബ്ബും നമ്മളെ അനുഗ്രഹിക്കണം അല്ലേ. അപ്പോൾ ഇതാ ഞാൻ കടല വേവിക്കാനൊക്കെ ഇട്ടു. കടല വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടല എടുത്ത് അതിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൽ 2 ഉരുളക്കിഴങ്ങും സബോളയും തക്കാളിയും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും 2 വിസിലിട്ട് വേവിച്ചെടുത്തു കേട്ടോ. പെട്ടെന്ന് വിസിൽ വരും ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ 2 വിസിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇതേസമയം ഗ്യാസ് അടുപ്പാണെങ്കിൽ 1 വിസിൽ മതി കേട്ടോ. കിഴങ്ങൊക്കെ ഒന്ന് വെന്ത്
കൂട്ടാൻ താളിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് LSSൻ്റെ എക്സാം ഉണ്ട്. 9:30 ആകുമ്പോഴേക്കും പട്ടാമ്പിയിൽ എത്തണം. അപ്പോൾ അവൻ്റെ സ്കൂൾ മാഷാണ് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ, കുറച്ച് കുട്ടികളെ. അപ്പോൾ മാഷ് വിളിച്ചിരുന്നു, സമയം ഒരുപാടായാലോ, എന്താ അതിലിനിയും എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവനെ വേഗം ഒരുക്കി അയക്കാൻ തന്നു. ഇത് പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ മുന്നൊരുക്കം എന്ന് പറഞ്ഞതുപോലെ ആദ്യം പൊടിച്ച പൊടി കുറച്ചുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊടിച്ച് വെക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഓരോ തിക്കും തിരക്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ഓരോ പണികളും ചെയ്ത് വെക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ പാലെടുക്കലെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നും. അപ്പോൾ ഞാൻ അധികം രാവിലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ പണികളൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നോമ്പിനുള്ള ബാക്കി ഐറ്റംസ് വാങ്ങേണ്ട സംഭവങ്ങളൊക്കെ റബ്ബിൻ്റെ കയ്യിൽ കിടക്കണം കേട്ടോ. ഒന്നും എവിടം വരെയും എത്തിയിട്ടുമില്ല, ആയിട്ടുമില്ല. ആകെക്കൂടെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും നമ്മൾ സിമ്പതി കിട്ടാൻ വേണ്ടി ഓരോന്നിങ്ങനെ ഓരോരുത്തരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി പറയുകയാണെന്നല്ലേ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഉള്ളത് ഞാൻ ഇങ്ങോട്ട് ഓപ്പണായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നോമ്പിനുള്ള മേടിക്കേണ്ട സാധനങ്ങളൊക്കെ പടച്ചവൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പോൾ റബ്ബ് എല്ലാവർക്കും അതുപോലെ ഒന്ന് ഒരുക്കൂട്ടി തരട്ടെ. ഒരു തടസ്സങ്ങളില്ലാതെ നല്ല രീതിയിൽ 30 നോമ്പ് നോക്കാനും അതിനുള്ള ഐറ്റംസ് നമ്മുടെ മക്കൾക്ക് വാങ്ങി വെച്ചുണ്ടാക്കി കൊടുക്കാനുള്ള റഹ്മത്തും ബർക്കത്തൊക്കെ റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.